ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന ഒരു ഭക്ഷണശാലയുണ്ട് തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ. സൈനികർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം ലഭിക്കും. അതും 24 മണിക്കൂറും. അബ്ദുൾ സലാമിന്റെ കഫേ മക്കാനിയിലെ വിശേഷങ്ങൾ കാണാം. അബ്ദുൾ സലാമിന് 6 വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത്. പിന്നീട് കുടുംബത്തിന്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി. സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് എല്ലാത്തിനും വഴിത്തിരിവായത്. പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയായി. വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായി അബ്ദുൾ സലാമിന്. കോവിഡ് കാലത്ത് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിൽ ഒരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി ഒഴിച്ചിട്ടു. സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചു. സൈനികരും മുൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഭക്ഷണശാലയിൽ 24 മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ്. ഈ കഫേയിലൂടെ രാജ്യത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന തോന്നി. രാജ്യത്തെ പട്ടാളക്കാരെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തണം എന്ന് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ഈ കഫേയില് ഞങ്ങൾ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടം തയ്യാറാക്കി. അതുപോലെ തന്നെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഘുലേഖകൾ വിതരണം ചെയ്തു തുടങ്ങി. 3 ഭാഷകളിൽ ലഘുലേഖ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ പുറത്തന്നെ പബ്ലിക്കിന് മൊത്തം കാണാവുന്ന രീതിയിൽ ഒരു രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ള ഒരു സോളിഡ് LED ലൈറ്റിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും രാജ്യത്തെ സൈനികർക്ക് ഞങ്ങളുടെ ഷോപ്പിന്റെ വകയാക്കി മാറ്റി. 24 മണിക്കൂറും അവർക്ക് വരാം, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അതിന് രാജ്യത്തിന് വേണ്ടി 1 മണിക്കൂർ സൈനിക സേവനം നടത്തിയ ആളാണെങ്കിലും ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കൊടുക്കുന്നുണ്ട്. ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച LED ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശം തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശം അടങ്ങിയ ഒരു കുറിപ്പും കൈമാറും. കഴിഞ്ഞ 5 വർഷത്തോളമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്ത് നിർത്തുകയാണ് അബ്ദുൾ സലാം. അമൃത ന്യൂസ്, തൃശൂർ.